ഭീകരവാദത്തെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ആ പാകിസ്ഥാനെ തന്നെ ഭീകരവാദം വളഞ്ഞാലോ? പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാൻ വളഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഇതേ തുടർന്ന് പാകിസ്ഥാൻ വസീറിസ്ഥാൻ അതിർത്തികൾ അടച്ചു, അതായത് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള അതിർത്തികൾ അടച്ചു എന്ന റിപ്പോർട്ടുകളും നമ്മളെല്ലാവരും ശ്രവിച്ചതാണ്. ഇപ്പോഴിതാ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരെ ഇതൊരു തീവ്രവാദ രാജ്യമാണ്, ഈ രാജ്യത്തെ എല്ലാവരും ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഐക്യരാഷ്ട്രസഭയിൽ പോയിരിക്കുകയാണ്. വളരെ കാലമായി ഇന്ത്യക്കെതിരെ തീവ്രവാദത്തെ ആയുധമായി ഉപയോഗിച്ചു വരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എന്നാൽ അതേ ഭീകരത പാകിസ്ഥാൻ അതിർത്തിയിൽ അതിനെ കടിച്ചു കീറുമ്പോൾ പാകിസ്ഥാൻ നടുങ്ങിയിരിക്കുകയാണ്. തീവ്രവാദ വിഷയത്തിൽ അഫ്ഗാനിസ്ഥാനെ വളയാൻ ഐക്യരാഷ്ട്രസഭയിൽ ഒരു നിർദ്ദേശം വന്നപ്പോൾ പാകിസ്ഥാൻ താലിബാനെ മുന്നിലേക്കിടുകയും ഈ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ അതിനിടയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ മുന്നോട്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട്. താലിബാൻ സർക്കാർ സ്വന്തം മണ്ണ് ഭീകരതയ്ക്കായി ഉപയോഗിക്കുന്നത് തടയുന്നതിനായി ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു. തിങ്കളാഴ്ച ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഈ വിഷയം വോട്ടെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യ വിട്ടുനിൽക്കുകയും ഈ വോട്ടെടുപ്പിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്തു. 116 വോട്ടുകൾക്ക് അനുകൂലമായി ഐക്യരാഷ്ട്രസഭയിൽ ഈ പ്രമേയം പാസ്സായി. എന്നാൽ വിട്ടുനിന്നതിലൂടെ ഇന്ത്യ വലിയൊരു നയതന്ത്ര സന്ദേശമാണ് നൽകിയത്. അതിശയകരമെന്ന് പറയട്ടെ, US-ഉം ഇസ്രായേലും ഈ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്തു. ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് എന്തുകൊണ്ടെന്നാണ് ഇപ്പോൾ നയതന്ത്ര വിദഗ്ധരെല്ലാം ചോദിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ ലക്ഷ്യം വെച്ചുള്ള പുതിയ തരം നടപടികളുടെ ആവശ്യമില്ലെന്ന് ഇന്ത്യ പറഞ്ഞു. അഫ്ഗാൻ ജനതയുടെ അവസ്ഥ മെച്ചപ്പെടുത്തുക എന്ന അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ലക്ഷ്യത്തെ ഇത് സഹായിക്കില്ല. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി എന്ന തലക്കെട്ടിലുള്ള ഒരു പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുവന്നു. അഫ്ഗാനിസ്ഥാനിലെ സുരക്ഷാ സ്ഥിതി ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പാർവതി ഹരീഷ് പറഞ്ഞു. നിരോധിത സംഘടനകളും വ്യക്തികളും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്നത് തടയുന്നതിനായി ലോകരാജ്യങ്ങൾ ഒന്നിക്കേണ്ടതുണ്ട്. അൽ-ഖ്വയ്ദ, ISIS, അവരുടെ അനുബന്ധ സംഘടനകളായിട്ടുള്ള ലഷ്കർ-ഇ-ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കുന്നതിനും അവരെ പിന്തുണയ്ക്കുന്നതിലും രാജ്യങ്ങൾക്ക് മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും വേണം. അങ്ങനെ അവർക്ക് അഫ്ഗാൻ മണ്ണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഈ ലഷ്കർ-ഇ-ത്വയ്ബ, അൽ-ഖ്വയ്ദ എന്നിങ്ങനെയുള്ള സംഘടനകൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ കിടന്ന് പുളയ്ക്കുന്ന സംഘടനകളാണ്. ഈ സംഘടനകളെല്ലാം ആദ്യം അവിടെ നിന്ന് തുരത്തുക, അതിനുശേഷം അഫ്ഗാനിസ്ഥാനിൽ ഓട്ടോമാറ്റിക്കായി തീവ്രവാദം നിന്നുകൊള്ളുമെന്നാണ് ഇന്ത്യ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തത്. എന്നായാലും ചില രാജ്യങ്ങൾ അഫ്ഗാൻ മണ്ണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നും ഇന്ത്യ പറഞ്ഞു വെച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.